Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാനയും ജ്ഞാനസ്നാന നവീകരണവും വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ നൈറ്റ് മാർച്ച് പെരുമ്പ മുതൽ പഴയ സ്റ്റാൻഡ് പരിസരം വരെ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഫ്രീസറുകൾ തകരാറിൽ. ആകെയുള്ള 12 എണ്ണത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത് 4 എണ്ണം മാത്രം. ഫ്രീസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സോവനീർ താരിഫ് പ്രകാശനം ക്ഷേത്രത്തിൽ നടന്നു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവ സമൂഹം ഉത്ഥാന തിരുനാൾ അഥവാ ഈസ്റ്റർ ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാനയും ജ്ഞാനസ്നാന സമീകരണവും വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്നു. ലോകപാപങ്ങൾ ചുമലിലേറ്റി ഗാഗുൽത്ത മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാനയും ജ്ഞാനസ്നാന നവീകരണവും വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഒരാളാണ് പൗലോസ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞതിന്റെ പ്രത്യേകതയായിരുന്നു സാവൂൾ എന്ന മനുഷ്യൻ പൗലോസായിട്ട് മാറുകയും പൗലോസിന് ദൈവം കൊടുത്ത അനന്തമായ ജ്ഞാനത്തിന്റെ അറിവിന്റെയും വെളിച്ചത്തില് ഉദ്ധിതനെ കുറിച്ച് അവിടുന്ന് പരാമർശിക്കുകയും ചെയ്തത്. വചനത്തിന്റെ വെളിച്ചത്തില് ഒത്തിരി അധികം ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്ന വ്യക്തികൾക്കും ജനങ്ങൾക്കും ഉദ്ധിതനെ കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് തീർച്ചയായും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾക്ക് പുത്തൻ ജലം ആശീർവദിച്ചു നൽകി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. ഈ നീർത്തൊട്ടിയിലൂടെ നിറവിലേക്ക് ഇറങ്ങുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തുവും ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തോടൊന്നിച്ച് ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യും. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് നഗരം ചുറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് നഗരം ചുറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോടുകൂടി എന്ത് വില കൊടുത്തും പൗരത്വ ഭേദഗതി ബില്ല് പിൻവലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള, K ജയരാജ്, MP ഉണ്ണികൃഷ്ണൻ, A രൂപേഷ്, VK ഷാഫി എന്നിവർ സംസാരിച്ചു.
പ്രകടനത്തിന് AP നാരായണൻ, MK രാജൻ, DK ഗോപിനാഥ്, അത്തായി പത്മിനി, EP ശ്യാമള തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഫ്രീസറുകൾ തകരാറിൽ. ആകെയുള്ള 12 ഫ്രീസറുകളിൽ 4 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഫ്രീസറുകൾ തകരാറിൽ. ആകെയുള്ള 12 ഫ്രീസറുകളിൽ 4 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ 2 എണ്ണത്തിൽ അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 2 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും മൃതദേഹങ്ങൾ കണ്ണൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥയാണ്. MLC കേസുകളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ തിരികെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരാറുണ്ട്. ഫ്രീസറുകൾ അടിയന്തരമായി റിപ്പയർ ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള MLC കേസുകൾ ഭൂരിഭാഗവും എത്തുന്നത് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായതിനാൽ മോർച്ചറി ഫ്രീസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ, ബാനറുകൾ, തോരണം എന്നിവയെല്ലാം നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്താൻ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിന് പരമാവധി ചെലവിടാവുന്ന തുക 95 ലക്ഷമാണ്. പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ, ബാനറുകൾ, തോരണം എന്നിവയെല്ലാം നീക്കം ചെയ്യുന്നതിനുള്ള ചിലവ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഫ്ലക്സ് ബോർഡ് നീക്കാൻ ഒരെണ്ണത്തിന് 28 രൂപയാണ് ചെലവ്. ബാനർ നീക്കാൻ ഒരെണ്ണത്തിന് 11 രൂപയും തോരണം നീക്കാൻ മീറ്ററിന് 3 രൂപയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചുവരെഴുത്ത് മായ്ക്കാൻ ചതുരശ്ര അടിക്ക് 8 രൂപ എന്ന നിരക്കും കണക്കാക്കും. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ, വൈദ്യുതി പോസ്റ്റുകൾ, സർക്കാർ മന്ദിരങ്ങൾ, ഓഫീസ് വളപ്പ് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കി ഇവ നീക്കം ചെയ്യും. സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിലും അനുമതിയില്ലാതെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് പരമാവധി ചെലവഴിക്കാവുന്ന തുക 95 ലക്ഷമാണ്. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവ് നിർണ്ണയിക്കാനായി 220 ഇനങ്ങൾക്കുള്ള നിരക്കാണ് പ്രഖ്യാപിച്ചത്. പ്രചാരണത്തിനായി 2000 വാട്ട്സ് മൈക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് ആദ്യ ദിവസത്തിന് 4000 രൂപയും തുടർന്നുള്ള ഓരോ ദിവസത്തിനും 2000 രൂപ വെച്ചുമാണ് പ്രതിദിന നിരക്ക്. 5000 വാട്ട്സുള്ള മൈക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് ആദ്യ ദിനം 7000 രൂപയും പിന്നീടുള്ള ദിവസങ്ങളിൽ 5000 രൂപയുമാണ് നിരക്ക്. 10000 വാട്ട്സിൻ്റെ ഹൈ എൻഡ് മൈക്ക് സ്ഥാപിക്കണമെങ്കിൽ ആദ്യ ദിനം 15000 രൂപയും പിന്നീടുള്ള ദിവസങ്ങളിൽ 10000 രൂപയുമാകും. തുണി കൊണ്ടുള്ള ബാനർ ചതുരശ്ര അടിക്ക് 17 രൂപ. ഫ്ലക്സിന് പകരം ഉപയോഗിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ, ക്ലോത്ത് ബാനർ എന്നിവയ്ക്ക് ചതുരശ്ര അടിക്ക് 15 രൂപ. കട്ടൗട്ട് ചതുരശ്ര അടിക്ക് 30 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഓഫീസ് നിർമ്മാണത്തിന് ചതുരശ്ര അടിക്ക് 20 രൂപയാണ് നിരക്ക് കണക്കാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സോവനീർ താരിഫ് പ്രകാശനം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2024 ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുന്ന ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സോവനീർ താരിഫ് പ്രകാശനം ക്ഷേത്രത്തിൽ വച്ച് നടന്നു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആവശ്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് ക്ഷേത്രം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഒരു ജീവനുള്ളതാണ്. അതിൻ്റെ ശരീരമാണ് ക്ഷേത്രം. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ബലം തരുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് നിശ്വാസത്തോടുകൂടിയൊരു ആശ്വാസം നമുക്കെല്ലാവർക്കും കിട്ടുന്നത്. വിശ്വാസം, നിശ്വാസം, ആശ്വാസം. ഈ 3 വീടിലും ശ്വാസം, ശ്വാസം, ശ്വാസം. ജനി, മൃതി എപ്പോഴാണ് എന്നാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അമ്മ വരച്ച് വെച്ചതുപോലെ നടക്കും. സത്യവും ധർമ്മവും നീതിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവക്കുലവുമായി മാറിയ അമ്മയുടെ എന്താ പറയുക അംശമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നമുക്കുണ്ടാകുന്നത്. വിശ്വാസമില്ലെങ്കിലും ഒന്നും നടക്കില്ല. ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ചെയർമാൻ TK സുധി താരിഫ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ T മുരളി അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ നടുവലത്ത്, ഡോക്ടർ N മണികണ്ഠൻ, KV ഷിജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഹരിതകർമ്മ സംരംഭക തൊഴിലാളി യൂണിയൻ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
ഹരിതകർമ്മ സംരംഭക തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യം പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഏറ്റെടുക്കാം എന്ന മട്ടിൽ ഉള്ളൊരു കാഴ്ചപ്പാട് പൊതുവെ ഉണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ളൊരു കാര്യം, ഇതിനിടെ കരൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ യൂസർ ഫീ ചിരിച്ചിട്ടുള്ള പഞ്ചായത്ത് രാമകലിയ പയ്യന്നൂർ നഗരസഭ ആ കാര്യത്തിൽ നല്ല മുന്നിൽ തന്നെയാണ്. രാമകലി നമ്മുടെ ഈ ഏരിയയിലെ 3 സ്ഥാപനങ്ങളും ഈ കാര്യത്തിൽ മുന്നിലാണ്. വളരെ വലുതാണെന്നല്ല, ഒപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു വരുമാനം PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KK കൃഷ്ണൻ, V ഷൈമ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ AV തമ്പാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് UDF ചെയർമാൻ AV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TP മുസ്തഫ, അഷ്റഫ് കാങ്കുൽ, C ശിവദാസൻ, KV സതീഷ് കുമാർ, VV പ്രകാശൻ, വേണുഗോപാലൻ മുള്ളിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുഞ്ഞിമംഗലം പറമ്പത്ത് മല്ലിയോട്ട് ഭാഗങ്ങളിൽ ഗൃഹസന്ദർശനവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മിനിമം പെൻഷൻ 9,000 രൂപയാക്കണമെന്ന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി D മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, DA സമ്പ്രദായം പുനഃസ്ഥാപിക്കുക, മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചത്. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി D മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾക്കൊക്കെ അത് വീണ്ടും നമുക്ക് പരിഹാരം കണ്ടെത്താം. ഇപ്പോൾ ഈ സ്കീം തുടങ്ങട്ടെ. എത്രയോ നാളായി തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ഒരു പെൻഷൻ സ്കീമാണ്. 52 തുടങ്ങിയ പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1971 ഫാമിലി പെൻഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീം കൂടി ഉണ്ടായിരുന്നു. ആ 1971 ഫാമിലി പെൻഷൻ സ്കീമിൽ കേവലം 1.16% ആണ് കേന്ദ്ര സർക്കാർ വിഹിതമായിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ അന്ന് വന്ന ഈ ഭേദഗതികൾ ഉൾക്കൊള്ളണം എന്നുള്ള ആവശ്യത്തെ നിർഭാഗ്യവശാൽ അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചില്ല. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, നേതാക്കളായ K പത്മനാഭൻ, M കൃഷ്ണൻ, V രാഘവൻ, TV പ്രഭാകരൻ, CV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് KV വാസു അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. സ്വയം തൊഴിൽ ജീവനോപാധിയാക്കി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ 4 സെന്റ് കോളനിയിലെ PV സുധയ്ക്കാണ് തയ്യൽ മെഷീൻ നൽകിയത്. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 ദത്ത് ഗ്രാമമായ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ 4 സെന്റ് കോളനിയിലെ PV സുധയ്ക്കാണ് സ്വയം തൊഴിൽ ജീവനോപാധി എന്ന നിലയിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തത്. NSS വളണ്ടിയർമാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റ് സമാഹരിച്ച തുക കൊണ്ടാണ് തയ്യൽ മെഷീൻ വാങ്ങിയത്. വളണ്ടിയേഴ്സ് മാങ്ങാച്ചാറും പിനോയിലും ഉണ്ടാക്കി വിറ്റാണ് 7,500 രൂപ വിലയുള്ള തയ്യൽ മെഷീൻ വാങ്ങി നൽകിയത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന പരിപാടി ഉദ്ഘാടനം ചെയ്ത് തയ്യൽ മെഷീൻ കൈമാറി. 4-ാം വാർഡ് മെമ്പർ C ബാലകൃഷ്ണൻ അധ്യക്ഷനായി. NSS 10 യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ പരിപാടി വിശദീകരിച്ചു. PV നാരായണൻ, വിശ്വൻ, അനന്തകൃഷ്ണൻ, വിഷ്ണു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. എരിപുരം പബ്ലിക് ട്രസ്റ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മാടായിപ്പാറയിൽ നടന്ന പരിപാടി PV ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. എരിപുരം പബ്ലിക് ട്രസ്റ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മാടായിപ്പാറയിൽ നടന്ന പരിപാടി PV ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ സ്നേഹം എന്നുള്ളത് ഇതുപോലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. 4-5 കൊല്ലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വിശാലമായ മാടായിപ്പാറയുടെ ഒരു അന്തരീക്ഷത്തിൽ വളരെ സന്തോഷകരവും സൗഹൃദപരമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. AV സനൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജസേനൻ വെങ്ങര, സുഫൈൽ സുബൈർ, ഫവാസ്, PV അനിൽ, ഉണ്ണികൃഷ്ണൻ കോറോം, KP രാജേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സർവീസിൽ നിന്നും വിരമിച്ച പയ്യന്നൂർ മുഖ്യ തപാൽ ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ EV രവീന്ദ്രൻ മാസ്റ്റർ
മെയിൽ ഓവർസിയർ ഗംഗാധരൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കണ്ണൂർ ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് CK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിച്ച പയ്യന്നൂർ മുഖ്യ തപാൽ ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ EV രവീന്ദ്രൻ മാസ്റ്റർ, മെയിൽ ഓവർസിയർ ഗംഗാധരൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് കണ്ണൂർ ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് CK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രചന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുധീർ കുമാർ, KV വിനോദ്, രാഹുൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കണ്ടംകുളങ്ങര നടരാജ കലാമന്ദിറിൽ നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് AK രാമകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കണ്ടംകുളങ്ങര നടരാജ കലാമന്ദിറിൽ നടന്ന കുഞ്ഞിമംഗലം NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് AK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ അമർത്തുന്നത് കരയോഗങ്ങളിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു കരയോഗമാണ് കുഞ്ഞിമംഗലം NSS കരയോഗം. അതിന് പല വിധത്തിലുള്ളതായ കാരണങ്ങൾ. ആദ്യത്തെ കാരണം സേവനോട് സൂചിപ്പിച്ചു, 2009 ഈ കരയോഗത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവിടെയുള്ള സമുദായങ്ങൾക്കുണ്ടായപ്പോൾ അഡ്വക്കേറ്റ് MM ഷിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. MK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. P കനകരാജൻ, CK രവീന്ദ്രൻ, P ദിലീപ് കുമാർ, Dr. B ഗോവിന്ദപിള്ള, KK ഉൽപ്പലാക്ഷി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വച്ച് 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും 2023 വർഷത്തെ മികച്ച തഹസിൽദാർക്കുള്ള അവാർഡ് നേടിയ MK മനോജ് കുമാറിനെ അനുമോദിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ്, യുവവികാസ കേന്ദ്ര എന്നിവയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ വിദ്യാലയത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ്, യുവവികാസ് കേന്ദ്ര പയ്യന്നൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഈ 14 മണിക്കൂർ എന്ത് ചൂടായാലും എന്ത് സഹനം സഹിക്കേണ്ടി വന്നാലും ഈ 14 മണിക്കൂർ സഹിച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം മത വിശ്വാസികളുടെ വ്രതാനുഷ്ഠാനം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ സംസ്കരിച്ചെടുക്കുകയാണ് മനുഷ്യരെ. 11 മാസം നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെയോ അറിഞ്ഞോ വന്നോ പോയ എല്ലാ പാപങ്ങളെയും സംസ്കരിച്ചെടുക്കാനുള്ള ഒരു മാസമാണ് ഈ പരിശുദ്ധ റമദാൻ മാസം. പത്മശ്രീ അപ്പക്കുട്ട പൊതുവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാരേൽ സുകുമാരൻ അധ്യക്ഷനായി. KT സഹദുള്ള, ബ്രഹ്മകുമാരി സിസ്റ്റർ ശാന്ത, P സതീഷ് കുമാർ, ജമാൽ കടന്നപ്പള്ളി, അത്തായി പത്മിനി, പിലാക്കൽ അശോകൻ, ഷമീം ഇഞ്ചിക്കൽ, ജിതിൻ ജോസഫ് വൈലിങ്കൽ, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, ജനാർദ്ദനൻ കുറുവാട്ടിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാനയും ജ്ഞാനസ്നാന നവീകരണവും വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ നൈറ്റ് മാർച്ച് പെരുമ്പ മുതൽ പഴയ സ്റ്റാൻഡ് പരിസരം വരെ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഫ്രീസറുകൾ തകരാറിൽ. ആകെയുള്ള 12 എണ്ണത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത് 4 എണ്ണം മാത്രം. ഫ്രീസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. ചെറുതാഴം കോക്കാട് മുച്ചിലൂട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സോവനീർ താരിഫ് പ്രകാശനം ക്ഷേത്രത്തിൽ നടന്നു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.